ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എഫ്രബൻ എഴുതിയ ഒർണോക്കോ എന്ന നോവലിനെ പറ്റിയിട്ടാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടി ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ നോവൽ ഒരു ഫീമെയിൽ നെറേറ്ററുടെ പെർസെപ്റ്റീവിലാണ് എഴുതിയിരിക്കുന്നത്. തെക്കേ അമേരിക്കയിലെ സുരിനാമിൽ തടവിലായിരുന്ന സമയത്ത് ഒർണോക്കോയെ അറിയാമായിരുന്നു എന്നാണ് നെറേറ്റർ പറയുന്നത്. നെറേറ്റർ ഈ നോവൽ എഴുതുന്ന സമയത്ത് ബ്രിട്ടീഷ് കോളനിയായിരുന്നു സുരിനാം. ഒർണോക്കോ ഒരു അടിമയായിരുന്നില്ല. അദ്ദേഹം ഒരു രാജകീയ പരമ്പരയിലെ അവസാനത്തെ പിൻഗാമിയും ആഫ്രിക്കൻ രാജ്യമായ കൊറമാൻഡിയൻ രാജകുമാരനുമാണ്. കൊറമാൻഡിയൻ എന്ന് പറയുന്നത് യുദ്ധത്തടവുകാരെ പാശ്ചാത്യ കപ്പലുകൾക്ക് വിൽക്കുന്ന ട്രാൻസ് അറ്റ്ലാന്റിക് അടിമക്കച്ചവടത്തിൽ പങ്കെടുക്കുന്ന ധീരവും യുദ്ധസമാനവുമായ ഒരു രാജ്യമാണ്. ഒർണോക്കോയെ മികച്ച സൈനിക നേതാവായി പരിശീലിപ്പിച്ച ആളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു മകളുണ്ട്. മകളുടെ പേരാണ് ഇമോയിൻഡ. ഒരു യുദ്ധത്തിനിടയിൽ ഇമോയിൻഡയുടെ അച്ഛനാണ് ഒർണോക്കോയുടെ ജീവൻ രക്ഷിച്ചത്. ഒർണോക്കോയ്ക്ക് 17 വയസ്സായിരുന്നു പ്രായം. ഇദ്ദേഹം പുതിയ ജനറലായി മാറുന്നു. സുന്ദരനും ബുദ്ധിമാനുമായ ഇദ്ദേഹം കോർട്ടിലേക്ക് വരുന്നു. കോർട്ടിലായിരുന്ന സമയത്ത് ഇമോയിൻഡയെ കാണാനായി പോകുമായിരുന്നു. ഇമോയിൻഡ സുന്ദരിയായിരുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ ഇരുവരും പ്രണയത്തിലായി. ഇവർ രണ്ടുപേരും ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി പോകുന്നുണ്ട്. അവരുടെ സൊസൈറ്റിയിൽ ഒരു ആചാരമുണ്ട്. പുരുഷന്മാർ വിവാഹം കഴിക്കണമെങ്കിൽ മുത്തച്ഛൻ്റെ അനുഗ്രഹം വാങ്ങണം. ഒർണോക്കോയുടെ മുത്തശ്ശനാണെങ്കിൽ ഓൾറെഡി ഇമോയിൻഡയെ പറ്റിയും അവളുടെ സൗന്ദര്യത്തെപ്പറ്റിയും കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുത്തച്ഛനായ രാജാവ് അവളെ തൻ്റെ ദാസിയാക്കാൻ ആഗ്രഹിച്ചു. ഒർണോക്കോ വേട്ടയാടാനൊക്കെ പോകുമായിരുന്നു. ആ സമയം നോക്കി മുത്തച്ഛനായ രാജാവ് ഇമോയിൻഡയ്ക്ക് രാജകീയ മൂടുപടം അയച്ചു കൊടുക്കുന്നു. മൂടുപടം എന്തിനാണ് അയച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ സുന്ദരിയായ സ്ത്രീകൾക്ക് കൊട്ടാരത്തിലേക്ക് വരാനുള്ള ക്ഷണത്തിൻ്റെ അടയാളമാണ്. രാജാവ് മൂടുപടം അയച്ചു കഴിഞ്ഞാൽ ഇമോയിൻഡ കൊട്ടാരത്തിൽ വരാൻ ബാധ്യസ്ഥയാണ്. അങ്ങനെ രാജാവ് തൻ്റെ കൊട്ടാരത്തിൽ ഇമോയിൻഡയെ അടച്ചിടുന്നു. അവൾ ഇപ്പോഴും വെർജിനാണ്. രാജാവ് അവളെ തൻ്റെ വരുതിയിൽ വരുത്താൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇമോയിൻഡ അതൊക്കെ എതിർക്കുകയാണ് ചെയ്യുന്നത്. രാജാവ് ഒർണോക്കോയെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കാതെ ഇരുവർക്കും പരസ്പരം കാണാൻ സാധിക്കുമായിരുന്നില്ല. തടസ്സങ്ങളൊക്കെ അവരുടെ പ്രണയത്തിൽ വന്നിട്ടും അവർ അവരുടെ പ്രണയവുമായി മുന്നോട്ട് തന്നെ പോയി. രാജാവിൻ്റെ പഴയ ഭാര്യമാരിൽ ഒരാളാണ് ഒനാഹൽ. ഇവരുടെ അടുത്തു നിന്ന് ഒർണോക്കോ അറിയുന്നു ഇമോയിൻഡ ഇപ്പോഴും തന്നെ കാത്തിരിക്കുകയാണെന്ന വിവരം. ഒർണോക്കോ ഒരു യുദ്ധത്തിന് പോകുവാനായി തയ്യാറെടുക്കുകയായിരുന്നു. അതിന് മുമ്പായി തൻ്റെയും ഇമോയിയുടെയും വിവാഹം നടത്താൻ ഒർണോക്കോ ആഗ്രഹിക്കുന്നു. ഒർണോക്കോ ഇതിനായി തൻ്റെ നല്ല സുഹൃത്തും സഹയോദ്ധാവുമായ അബോണിൻ്റെ സഹായം തേടുന്നു. അങ്ങനെ അവർ രണ്ടുപേരും പദ്ധതികൾ തയ്യാറാക്കുന്നു. ഒർണോക്കോയെയും ഇമോയിയുടെയും സഹായിക്കാമെന്ന് ഒനാഹൽ പറഞ്ഞു. അങ്ങനെ ഒർണോക്കോയും ഇമോയിയുടെയും ഒരുമിച്ച് ഒരു രാത്രി ആ കൊട്ടാരത്തിൽ ചിലവഴിച്ചു. ഈ വിവരം രാജാവ് അറിയുകയുണ്ടായി. ഒർണോക്കോയെ യുദ്ധത്തിനായി പറഞ്ഞയക്കുന്നു. വഞ്ചനയ്ക്കുള്ള കുറ്റത്തിൻ്റെ ശിക്ഷയായി രാജാവ് ഇമോയിഡയെ അടിമത്തത്തിലേക്ക് വിൽക്കുന്നു. ശേഷം ഇമോയിൻഡയെ വധിച്ചതായി ഒർണോക്കോയെ അറിയിക്കുന്നു. ഈ വിവരം അറിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് ജീവിക്കാനും യുദ്ധത്തിൽ പോരാടാനുമുള്ള ആഗ്രഹമെല്ലാം നഷ്ടപ്പെട്ടു. ഒർണോക്കോ തൻ്റെ സൈന്യത്തെ ഉപേക്ഷിച്ച് കൊട്ടാരത്തിലേക്ക് പോയി. എന്നിരുന്നാലും തൻ്റെ സൈന്യം തോൽക്കുമെന്നായ സമയത്ത് കൊട്ടാരത്തിൽ നിന്നും തിരിച്ചു വന്ന് സൈന്യത്തെ ഒർണോക്കോ വിജയിപ്പിക്കുന്നു. ഒരു ഇംഗ്ലീഷ് സീ ക്യാപ്റ്റൻ കോറമാൻഡിയിലേക്ക് വരുന്നു. അദ്ദേഹത്തെ ഒർണോക്കോ രാജകീയ അതിഥിയായി സ്വീകരിക്കുന്നു. ക്യാപ്റ്റൻ ഒർണോക്കോയെ തൻ്റെ കപ്പലിലേക്ക് ക്ഷണിക്കുകയും ഒർണോക്കോയുടെ 100 പരിചാരകന്മാരോടൊപ്പം തട്ടിക്കൊണ്ടു പോകുകയും ചെയ്തു. ക്യാപ്റ്റൻ ഒർണോക്കോയെ സുരിനാമിലേക്ക് കൊണ്ടുവന്നു. അവിടെ ക്യാപ്റ്റൻ ഒർണോക്കോയെ ട്രഫ്രി എന്ന ബുദ്ധിമാനും ദയുള്ളവനുമായ അടിമ ഉടമയ്ക്ക് വിൽക്കുന്നു. ട്രഫ്രി ഒർണോക്കോയ്ക്ക് സിസർ എന്ന പേര് നൽകി. കൂടാതെ ഒരു ദിവസം അവനെ മോചിപ്പിക്കാൻ സഹായിക്കാമെന്നും വാഗ്ദാനം നൽകി. അവിടെ തന്നെയായിരുന്നു ഇമോയിൻഡയെ അടിമയാക്കി വെച്ചതും. ഇമോയിൻഡയ്ക്ക് അവിടെ നൽകിയ പേര് ക്ലെമൻ എന്നായിരുന്നു. അവിടെ വെച്ച് ഇരുവരും കണ്ടുമുട്ടുകയും ഒന്നിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇമോയിൻഡ ഗർഭിണിയാകുന്നു. ഇരുവരും ഭാര്യയും ഭർത്താവുമായി അവിടെ താമസിച്ചു. ഇമോയിൻഡ ഗർഭിണിയായതുകൊണ്ട് തന്നെ ഒർണോക്കോ അവളെയും കൂട്ടി നാട്ടിലേക്ക് പോകാനായി ആഗ്രഹിച്ചു.
ട്രഫ്രി തന്നെ മോചിപ്പിക്കാത്തതിൽ ഒർണോക്കോയ്ക്ക് സംശയം തോന്നി. കൂടാതെ തൻ്റെ കുടുംബത്തിന് ഇവിടെ നിന്ന് മോചനം ലഭിക്കില്ലെന്നും അയാൾക്ക് തോന്നി. ഒർണോക്കോയെ അടിമയായി നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഡെപ്യൂട്ടി ഗവർണർ ബയാമിൻ്റെ പദ്ധതി കൊണ്ടാണ് ഒർണോക്കോയെ മോചിതനാക്കാത്തത്. അവർ മോചിപ്പിക്കാത്തതിനാൽ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ഒർണോക്കോ തീരുമാനമെടുക്കുന്നു. അതിനായി അടിമത്തമുള്ള മറ്റുള്ള അടിമകളെ ബോധവാന്മാരാക്കുന്നു. അവർ രക്ഷപ്പെടുന്ന സമയത്ത് വെള്ളക്കാർ അവരെ പിന്തുടർന്നു. ഒർണോക്കോയുടെ സുഹൃത്തായ ടസ്കൻ ഒഴികെ ഭൂരിഭാഗം അടിമകളും അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഒർണോക്കോയും ഗർഭിണിയായ ഭാര്യയും അവിടെയുള്ള തോട്ടമുടമകളുമായി പോരാടി. വിഷം പുരട്ടിയ അമ്പുകൊണ്ട് ഇമോയിഡ ബയാമിൻ്റെ തോളിൽ മുറിവേൽപ്പിക്കുകയും ചെയ്തു. ടെഫ്രിയുടെ സഹായത്തോടെ ബയാം ഒർണോക്കോയെ അവൻ്റെ എല്ലാ ആവശ്യങ്ങളും ചെയ്തു തരാമെന്ന് വാഗ്ദാനം കൊടുത്തു. അങ്ങനെ ഒരു കരാർ എഴുതുന്നു. പക്ഷേ ബയാം ഉടൻ തന്നെ അത് ലംഘിക്കുന്നു. അയാൾ ഇമോയിഡയെ പിടിക്കുകയും ടസ്കനെയും ഒർണോക്കോയെയും ചാട്ടവാറിനടിക്കുകയും ചെയ്യുന്നു. ഒർണോക്കോയ്ക്ക് ബയാമിൻ്റെ വഞ്ചനയെപ്പറ്റി മനസ്സിലാകുന്നു. ഒർണോക്കോ പ്രതികാരത്തിനൊരുങ്ങുന്നു. ജീവിതം കഷ്ടപ്പാടുകളായതുകൊണ്ട് തന്നെ ഇമോയിഡയെയും കുഞ്ഞിനെയും രക്ഷിക്കാൻ ഇമോയിഡയുടെ അനുവാദത്തോടു കൂടി ഒർണോക്കോ ഇമോയിഡയെയും അവരുടെ കുഞ്ഞിനെയും കൊല്ലുന്നു. ഒർണോക്കോ ബയാമിനെതിരെ പ്രതികാരം ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നു. ബയാമിൻ്റെ നിർദ്ദേശപ്രകാരം ബയാമിൻ്റെ സുഹൃത്തായ ബാനിസ്റ്റർ ഒർണോക്കോയെ തട്ടിക്കൊണ്ടുപോകുന്നു. ഒരു തടിക്കഷ്ണത്തിൽ കെട്ടിയിട്ട് ഒർണോക്കോയെ കൊല്ലുന്നു. ഇവിടെയാണ് നോവൽ അവസാനിക്കുന്നത്.